ഈശ്മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് തിരുവചനത്തിലെ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 20-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഭൗമികമായി ഇത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവംശത്തെ പൂർണ്ണമായി മോചിപ്പിക്കാൻ ദൈവം ഒരു രക്ഷകനെ അയക്കുമെന്ന് മിക്ക മതങ്ങളും വിശ്വസിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടിയാണെങ്കിലും തീവ്രമായ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാ ജനതകളെയും പൈതൃകം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതാനും ചില ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് ആ പ്രതീക്ഷയുടെ സ്വഭാവത്തെ വിലയിരുത്താമെന്ന്. സഹസ്രാബ്ദങ്ങളായി മാനവഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന രക്ഷകനും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഭാരത ഋഷിമാർ ഉരുവിട്ടിരുന്ന BC 7-ാം നൂറ്റാണ്ടിൽ ലിഖിത രൂപത്തിൽ എഴുതപ്പെട്ടിരുന്ന പവമാന മന്ത്രം. അതിൽ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കുകളാണത്. അസത്വമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതമംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അഥവാ മായയിൽ നിന്ന് യഥാർത്ഥത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമർത്യത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന. യഥാർത്ഥ ശാന്തിയും സമാധാനവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. അത് ലഭിക്കുമെന്ന പ്രത്യാശ പ്രകടമാക്കുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബുധൻ തനിക്ക് ശേഷം വരാനിരിക്കുന്ന ഗുരുവിനെക്കുറിച്ച് ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. മൈത്രേയൻ എന്നായിരിക്കും അയാൾ അറിയപ്പെടുക. ലോകജനതകൾ തമ്മിൽ സഹോദരിയും സ്നേഹവും സമാധാനവും ഉറപ്പുവരുത്തുന്ന പ്രബോധനവുമായി വരുന്ന മൈത്രേയൻ 5-ാമത്തെയും അവസാനത്തേതുമായ ബുധനായിരിക്കും എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. മൈത്രേയൻ്റെ പ്രബോധനം ലോകജനതകൾക്കും ശരിയായ മാർഗദർശനം നൽകും. നശ്വരമായ സമ്പത്തിൻ്റെയും സുഖബോധതകളെയും പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയുടെ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തി പ്രാപിച്ച് മനുഷ്യൻ തങ്ങളുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തി കാലത്തിനതീതമായി ജീവിക്കാൻ മൈത്രേയൻ തൻ്റെ പ്രബോധനം വഴി സഹായിക്കും. അവനു വേണ്ടി കാത്തിരിക്കുക. ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്ന ചൈനയിലെ വിശ്വവിഖ്യാത ഗുരുവായ കൺഫ്യൂഷ്യസ് ശാശ്വതമായ ശാന്തിയും സന്തോഷം ലഭിക്കാൻ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നുണ്ട്. ധാർമ്മികമായ അടിത്തറയിൽ ജീവിതം പടുത്തുയർത്തണം എന്നും ആഹ്വാനം ചെയ്തു. എന്നാലും മരണത്തെ മറികടക്കാൻ എന്തു ചെയ്യണമെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് പഠിപ്പിക്കാൻ വിശുദ്ധനായ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് വരണം, അദ്ദേഹം വരും എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. BC 7-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ പ്രചാരത്തിൽ വന്ന സൊറോവാസ്ട്രിയൻ മതത്തിൻ്റെ സ്ഥാപകനാണ് സൊറോവാസ്റ്റർ. പ്രപഞ്ച സൃഷ്ടാവായ അഘോരമസ്തയെ എല്ലാവരും ആരാധിക്കണം. ഓരോ വ്യക്തിക്കും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ തീരുമാനം സൃഷ്ടാവായ അഘോരമസ്തയുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കണം. എന്നാലും അഘോരമസ്തയെ സംബന്ധിച്ച് മാത്രമല്ല, ആത്യന്തികമായ അസ്തിത്വത്തെയും മനുഷ്യൻ്റെ അന്തിമ ലക്ഷ്യത്തെയും അത് പ്രാപിക്കാൻ പിന്തുടരേണ്ട മാർഗങ്ങളെയും കുറിച്ച് അധികാരമായി പഠിപ്പിക്കാൻ ഒരു ഗുരു പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കും. അയാൾ വരുമ്പോൾ എല്ലാവരും ശ്രവിക്കണം, അനുസരിക്കണം എന്ന് സൊറോവാസ്റ്റർ തൻ്റെ അനുയായികൾക്ക് ആഹ്വാനം ചെയ്തു. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഗ്രീക്കുമാരുടെ ഇടയിലും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൊമോത്തിയോസ് എന്ന അസുര നേതാവിൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ. BC 8-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ പ്രചാരത്തിലിരുന്ന ഒരു പുരാതന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് അസുര പ്രമാണിയായ പ്രൊമോത്തിയോസ്. മനുഷ്യരുടെ അഭിവൃദ്ധിയിലും ശക്തിയിലും അസൂയലുക്കളും ഭയചകരുമായ ദേവന്മാർ ദേവാദിദേവതനായ സിയൂസിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിൽ നിന്ന് അഗ്നിയെടുത്ത് സ്വർഗത്തിൽ ഒളിച്ചു വെച്ചു. അഗ്നിയില്ലാതെ ക്ലേശിച്ച മനുഷ്യരിൽ അത്ഭുതം തോന്നിയ പ്രൊമോത്തിയോസ് സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുത്തു. മനുഷ്യർ അഗ്നി ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തു. മാത്രമല്ല, ലോഹങ്ങൾ ഒരുക്കി, ആയുധങ്ങളുണ്ടാക്കി, യുദ്ധങ്ങൾ അരങ്ങേറി. താമസിയാതെ ദേവലോകയും യുദ്ധവുമായി അവർ വരും എന്നായപ്പോഴാണ്
മനുഷ്യർക്ക് അഗ്നി കിട്ടിയ കാര്യം ദേവന്മാർ അറിയുന്നത്. അസുര പ്രധാനിയായ പ്രൊമോത്തിയസ് ആണ് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുത്തതെന്നറിഞ്ഞ സെവോദസ് ദേവസഭ വിളിച്ചുകൂട്ടി പ്രൊമോത്തിയസിനെ ബന്ധിച്ച് സഭയിൽ ഹാജരാക്കി വിചാരണ ചെയ്ത് കുറ്റം തെളിയിച്ചു, വിധിയും പ്രസ്താവിച്ചു. കക്കോസസ് മലയിലെ ഉയർന്ന പാറയിൽ ആണികൊണ്ട് തറയ്ക്കുക. പകൽ സമയം ഒരു കഴുകൻ അയാളുടെ കരൾ കൊത്തി തിന്നും, രാത്രി കരൾ വളർന്ന് പൂർവ്വസ്ഥിതിയിലാകും. അവസാനമില്ലാതെ ഒരു ശിക്ഷ, അതോടൊപ്പം ഒരു ശാപമോക്ഷവും നൽകി. നിന്റെ രക്ഷ ഏറ്റെടുക്കാനായി ഒരു ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ നിനക്ക് ഈ ശാപമോക്ഷം ഉണ്ടാവുകയുള്ളൂ. വീണ്ടും അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ, പ്രതീക്ഷകൾ സോക്രട്ടീസിൻ്റെ ഒരു ശിഷ്യവലയം തന്നെയുണ്ടായിരുന്നു. സോക്രട്ടീസിന് തത്വചിന്തകനായി അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ്. സോക്രട്ടീസും വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആഘോഷിച്ചിരുന്ന ഓണം, മലയാളികളായി നമ്മളെല്ലാം ആഘോഷിച്ച ഓണം, അതും ഒരു ബലിയുടെ കഥയാണ് പറയുന്നത്. അതും ഒരു പ്രതീക്ഷയാണ്. എന്താണ് പ്രതീക്ഷ? തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ എല്ലാ വർഷം കാണാൻ വരുന്ന ഒരു മഹാമനസ്സനായ ഒരു രാജാവിൻ്റെ കഥ, മഹാബലിയുടെ കഥ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകൻ നമ്മളെ രക്ഷിക്കാനുള്ളവനാണെന്ന് പൂർണ്ണ ബോധ്യം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ രക്ഷകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ രക്ഷകൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ രക്ഷകനിലൂടെ മാത്രമേ നമുക്ക് അവനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ തന്നെയാണ് വാതിൽ എന്ന് പറയുന്ന ഒരു വചനം വേറെ ഒരിടത്തുമില്ല. എന്നിൽ കൂടിയല്ലാതെ ആരും തന്നെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് ശക്തിപൂർവം പ്രവചിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു മഹാഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളാണ് നമ്മൾ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രക്ഷകനിൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ. ആ രക്ഷയിലേക്ക് നമുക്ക് മുന്നേറുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രക്ഷകനെ നമ്മൾ സ്വീകരിക്കണം. അതിന് വേണ്ടതായ കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നമ്മളതിനെ ഒരുങ്ങാം. രക്ഷകനെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കുക, സ്വീകരിക്കുക. അതുമാത്രമേ ഇങ്ങനെ ചെയ്യാനുള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ രക്ഷയുടെ അനുഭവത്തിലൂടെ നമുക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. മരണം വരെ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ആ രക്ഷകനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന് വേണ്ടിയതായി മുന്നേറുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ രക്ഷയുടെ വലിയ വലിയ അനുഭവങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നുകൊണ്ട് നിന്നോടൊപ്പമായിരിക്കുവാനായുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.